നിലവിലെ വഖഫ് ബോർഡിനെ പിരിച്ചുവിടണമെന്ന മുനമ്പം ഭൂസംരക്ഷണ സമിതി മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിൽ ചേർത്ത നടപടി അംഗീകരിക്കില്ല. വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും മുനമ്പം ഭൂസംരക്ഷണ സമിതി പ്രവർത്തകർ പറഞ്ഞു. മിഥുൻ അയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സജീവമായി നിന്നിരുന്ന മുനമ്പം വിഷയം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവ ചർച്ചാ വിഷയമാകുന്നു. മാത്രമല്ല, മുനമ്പത്ത് സമരപ്പന്തലെല്ലാം തന്നെ സമരം അവസാനിപ്പിച്ച് ഒരു സാധാരണ രീതിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വീണ്ടും ഒരു നിലപാടിൽ നിന്ന് അല്ലെങ്കിൽ അത്തരത്തിലൊരു കലുഷിതമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് വീണ്ടും പോകുന്നു എന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വഖഫ് പോർട്ടലിൽ അതുമായി ബന്ധപ്പെട്ടുള്ള രജിസ്ട്രേഷൻ എല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോഴാണ് അത്തരത്തിൽ കൂടുതൽ പുതിയ സംഭവ വികാസങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. ഇപ്പോൾ മുനമ്പം ഭൂസംരക്ഷണ സമിതി നമ്മളൊപ്പം ചേരുകയാണ്. എന്താണ് ഇപ്പോൾ പുതിയ തീരുമാനങ്ങൾ ആ പ്രദേശത്തെ ഒന്നാകെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിങ്ങളെ ഒന്നാകെ നിരാശപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് വഖഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന നടപടി എന്ന് തന്നെയല്ലേ? അതെ, അത് കാരണം 26/4/2026 ഏപ്രിൽ മാസം 26 ചേർന്ന വഖഫ് ബോർഡ് മീറ്റിങ്ങിലാണ് ഇത് ഉമീദ് പോർട്ടലിൽ ചേർക്കുന്നതിനുള്ള തീരുമാനമെടുത്തത്. ആ തീരുമാനം ശരിയായ തീരുമാനമായിരുന്നില്ല. കാരണം 2019 വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയത് താമസക്കാരായ ഞങ്ങൾക്ക് നോട്ടീസ് നൽകാതെ, ഗസറ്റിൽ പരസ്യം ചെയ്യാതെ, സർവേ നടത്താതെ, അതേപോലെ തന്നെ ഹിയറിങ്ങിന് വിധേയമാക്കാതെ, അതേപോലെ തന്നെ ഒരു തട്ടിപ്പാണ് ഇപ്പോഴും ചെയ്തിരിക്കുന്നത്. കാരണം ഉമീദ് പോർട്ടലിൽ ഇപ്പം ഞങ്ങൾ കരമടച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി, പോക്കുവരവ് ചെയ്തിരിക്കുന്ന ഭൂമി, അങ്ങനെ ചെയ്തിരിക്കുന്ന ഭൂമി, കോടതിയിൽ ഡിസ്പ്യൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഭൂമി, ആ ഭൂമി ഉമീദ് പോർട്ടലിൽ ചേർക്കുകയും അതോടൊപ്പം തന്നെ വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ പറയുകയാണ് സുപ്രീം കോടതി ഇത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഒരിക്കലും പറയാത്തൊരു കാര്യമാണ് അത്. ഇവിടുത്തെ എല്ലാ ആളുകൾക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പരാമർശിച്ചപ്പോൾ ആ പരാമർശനത്തിന് കീഴ്ക്കോടതിയായ ട്രൈബ്യൂണലിൽ ഒരു വിധി ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് സുപ്രീം കോടതി തൽക്കാലം സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം ആ പരാമർശത്തിന് സ്റ്റേ ചെയ്തത്. അതിന് പകരം ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി അത് വളരെ മോശമായ രീതിയിൽ പ്രതികരിക്കുന്നത് ഇവിടെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാക്കി, ഒരു പ്രശ്നമുണ്ടാക്കി കലുഷിതമാക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന അർഹിക്കുന്നതാണ്. കേരള പൊതുസമൂഹം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വഖഫ് ബോർഡിനെയും വഖഫ് ചെയർമാനെയും പുതിയ സർക്കാർ പിരിച്ചുവിട്ട് പുതിയ ഒരു ബോർഡിനെ തിരഞ്ഞെടുക്കണമെന്നാണ് ഞങ്ങൾ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് സമരം നിർത്തിയിരുന്നത്. ആ സമയത്ത് താൽക്കാലികമായി പോക്കുവരവ് നടത്താനുള്ള ഒരു അവസരം ലഭിച്ചതോടുകൂടി അല്ലെങ്കിൽ അതിനായി സാഹചര്യം ഒരുങ്ങിയതോടുകൂടിയാണ് നിങ്ങൾ പിന്മാറിയത്. ആ സമരത്തിൽ നിന്ന് പിന്മാറിയതിൽ തെറ്റായി എന്ന് തോന്നുന്നുണ്ട്? ഇല്ല, ഞങ്ങൾക്ക് ആ സമരത്തിൽ നിന്ന് 414 ദിവസം ഞങ്ങൾ പള്ളിയിൽ നിരാഹാര സമരം അനുഷ്ഠിച്ചു. അത് ഒരു സമരം ആരും അറിയാതിരുന്ന ഈ ഒരു വിഷയം ലോകത്തിലുള്ള മുഴുവൻ ആളുകളിലേക്കും ഇതെത്തിക്കുന്നതിനുള്ള ഒരു സംഭവമായി മാറിയത് ആ സമരത്തിലൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു അവസാനം വന്നത് ഞങ്ങൾക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം ജോർജ് പൂന്തോട്ടം സാറ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് വാദിക്കാൻ കാരണമായി തീർന്നത് ഈ സമരമുണ്ടായതിൻ്റെ പേരിലാണ്. അത് ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഇടപെടലുകൾ കൂടി തന്നെയാണ് ജോർജ് പൂന്തോട്ടം സാർ അതിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സമരം അവസാനിപ്പിച്ചത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വേറൊരു ഡിസ്പ്യൂട്ടാണത്. നിയമവിരുദ്ധമായി എഴുതിയെടുത്തതുപോലെ തന്നെ ഇപ്പോഴും നിയമവിരുദ്ധമായി ഈ പറയുന്ന ഉമീദ് പോർട്ടലിലും ചേർത്തിരിക്കുന്നു. അത് പ്രതിഷേധാർഹമാണ്. മുനമ്പം നിവാസികൾ വീണ്ടും ഒരു പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ സമരത്തിലേക്ക് തള്ളിവിടുകയാണ് അത്തരം തീരുമാനം? തീർച്ചയായിട്ടും ഞങ്ങൾ ആ രീതിയിൽ കാണുന്നില്ല. അതിന് പകരം നമ്മൾ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാണ് എപ്പോഴും കാണുന്നത്. അപ്പോൾ ഈ 2 വർഷത്തിലേറെ ഇവിടെ നിരാഹാരം ഇരുന്നു. അതിനുശേഷം വാഗ്ദാനങ്ങൾ വിശ്വസിച്ചു ഞങ്ങൾക്ക് എല്ലാ റവന്യൂ അവകാശങ്ങളും പുനഃസ്ഥാപിച്ച് തരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ സമരം അവസാനിപ്പിച്ചത്. അതിനുശേഷം പെട്ടെന്ന് വീണ്ടും കോടതിയിൽ ഇതിനെതിരായിട്ട് കേസുകൾ വരികയും അങ്ങനെ സ്റ്റേ ഓർഡർ വരികയും ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും ഇതാ ഒരു അവസ്ഥ ഞങ്ങൾ വന്നിരിക്കുകയാണ്. പുതിയ ഗവൺമെൻറ് ഞങ്ങൾക്ക് വാക്ക് നൽകിയിട്ടുണ്ട് ഈ പ്രശ്നം ഉടനെ പരിഹരിക്കുമെന്ന്. അത് നിയമവഴികളിലൂടെ അതോടൊപ്പം തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യമുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് ഞങ്ങളുടെ എല്ലാ റവന്യൂ അവകാശങ്ങളും പുനഃസ്ഥാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സമരത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സമരം നീട്ടിക്കൊണ്ടു പോകാനല്ല, നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനാണ്. ആ പ്രശ്നം ഉടനെ പരിഹരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ വിഷയം
വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ ഉതകുന്ന ഒന്നാണ്, 10 മിനിറ്റിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാമെന്നെല്ലാം മുൻപ് ഒരു പ്രസംഗത്തിലെല്ലാം വ്യക്തമാക്കിയിരുന്നു. എന്താണ് ഇപ്പോഴത്തെ ഈ നിലപാടിനെ കുറിച്ച് എന്താണ്? ആദ്യം തന്നെ ജനം ടി വിക്ക് ഞങ്ങളൊരു നന്ദി പറയട്ടെ. ഒരുപാട് പ്രാവശ്യം നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ തന്നെയായിരിക്കും സമരപ്പന്തൽ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പ്രശ്നം ദേശീയ ശ്രദ്ധയിലെത്തിച്ചു. അമിത്ഷാ പ്രധാനമന്ത്രി എല്ലാം കണ്ടു. ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കും എന്ന് വിചാരിച്ചു. അവരെല്ലാം ആത്മാർത്ഥമായിട്ട് പണിയെടുത്തു. എങ്കിലും ഞങ്ങളുടെ വിഷയം തീർന്നില്ലെന്ന് അറിയാമല്ല. ഈ 10 മിനിറ്റ് എന്ന് പറയുന്നൊരു സംഭവം അല്ല, അതിന് പിന്നിൽ സർക്കാരിൻ്റെ ഒരു തീരുമാനമുണ്ട്. മന്ത്രിസഭാ യോഗം കൂടണം, എല്ലാവരുടെയും അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ട് ഇത് വക്കഭൂമി അല്ല എന്നൊരു തീരുമാനമെടുത്തുകൊണ്ട് ഈ തീരുമാനം വഖഫ് ബോർഡിനെ അറിയിക്കുക. അപ്പോൾ വഖഫ് ബോർഡ് സ്വാഭാവികമായിട്ട് വഖഫ് ബോർഡ് കൊടുത്ത കേസെല്ലാം പിൻവലിക്കേണ്ടി വരും. ഇതാണ് സത്യം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത് സിദ്ദിഖ് സേട്ട് എന്നൊരു മനുഷ്യനാണ്. അദ്ദേഹം ഈ ഭൂമി അന്നത്തെ സർക്കാരിനെ പറ്റിക്കാൻ വേണ്ടി ഒരു വാക്കെഴുതി വെച്ച്, വഖഫ് എന്നൊരു വാക്കെഴുതി വെച്ച്. അതാണ് കുഴപ്പത്തിനെല്ലാം കാര്യം. ഈ സേട്ടു ഈ ഭൂമി കൊടുക്കുമ്പോൾ അവിടെ ഒരുപാട് ജനങ്ങൾ താമസിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളായ ഒരുപാട് ജനങ്ങൾ അവിടെ താമസിക്കുന്ന സമയത്താണ് ഞങ്ങളെയും കൂടി കൂട്ടിയാണ് ഇത് വഖഫാക്കി അദ്ദേഹം കൊടുത്തത്. അതുകൊണ്ട് തന്നെ അത് വഖഫ് ഭൂമി അല്ല. അത് തിരിച്ചെടുക്കാവുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. ഇത് ജനം ടി വി കൃത്യമായി ഒന്ന് മോഡിഫൈ ചെയ്തത് ജനങ്ങൾ അറിയിക്കണം. ഈ സത്യം അറിയണം, ഈ കള്ളത്തട്ടിപ്പ് അറിയണം. ഞങ്ങൾ വില കൊടുത്ത് വാങ്ങി, ഞങ്ങൾ കഷ്ടപ്പെട്ട് ജനിച്ചുണ്ട്. ഞങ്ങളവിടെ ജീവിക്കുമ്പോൾ അവിടെ പാലുമില്ല, വെള്ളമില്ല, കറണ്ടില്ല, ഒന്നുമില്ല, പ്രാഥമിക ആവശ്യം ഒന്നുമില്ല. ആ സമയത്ത് ഞങ്ങൾ ജീവിച്ച ആൾക്കാർ പിന്നീട് അത് വില കൊടുത്ത് വാങ്ങി. വില കൊടുത്ത് വാങ്ങിയതിന് ശേഷം 35 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു അവകാശം വരുന്നത്. ഈ അവകാശിനെ സംബന്ധിച്ച് അവരുടെ വഖഫ് ബോർഡിൻ്റെ വിഷപ്പല്ല് കേന്ദ്ര സർക്കാർ എടുത്ത് കളഞ്ഞു. ഇനി ഒരു ഭൂമി അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. അതെല്ലാം ചെയ്തു. അപ്പോഴും കേന്ദ്ര സർക്കാരിൽ നിന്ന് ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കിയിരുന്നു, ഈ ഉമീദ് പോർട്ടൽ ഇവർക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ആൾക്കാർ, ഈ ഉദ്യോഗസ്ഥന്മാരും നേതാക്കന്മാരും പറഞ്ഞിരുന്നത്. അതും ഇപ്പോൾ ഇവർ മിണുങ്ങി. ഇനി ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ സാധാരണക്കാരൻ്റെ 5-10 സെൻറ്റിൽ ജീവിക്കുന്ന ഈ സാധാരണക്കാരൻ്റെ ഭൂമി പിടിച്ചെടുത്ത് എന്നാണോ ആവില്ല ഇവർക്ക്? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ അവിടെ കടലടിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 ദിവസമായി വെള്ളം ഉണ്ടായിട്ട് ഞങ്ങളിതെല്ലാം അനുഭവിച്ച് ഞങ്ങളവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പാലം പണിത് അത് പകുതിയാക്കി ഇട്ടൊക്കെയാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണ്. ഈ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ സാധനം ഭൂമിയിൽ തന്നെ കുറച്ച് നീക്കണം. അത്രക്ക് കൊള്ളാത്തവന്മാർ ഞങ്ങൾ പോലും അറിയാണ്ട് സ്വയം മുത്തുവല്ലിയായി അഭിനയിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ പോക്കിരിത്തരം. ഇതിനകത്ത് മുസ്ലിം ലീഗ് അതേപോലെ നല്ല മനസ്സുള്ള ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ കൂടെയുണ്ട്. മുസ്ലിം ലീഗൊന്നും ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല, അവരൊക്കെ ഞങ്ങളുടെ കൂടെയാണ്. അതേമാതിരി മുഖ്യമന്ത്രി ഞങ്ങളുടെ കൂടെയാണ്. ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതി എവിടെയുണ്ടോ അദ്ദേഹം ആ രീതിയിൽ ഈ വക്കപ്പാണെങ്കിൽ പോയി. ഇത് വക്കഭൂമി അല്ല. അതിൻ്റെ സത്യം അങ്ങോട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം തന്നെ തീർത്തും സമാധാന അന്തരീക്ഷത്തിലേക്ക് പോയ ഒരു ജനത വീണ്ടും പുതിയ തീരുമാനങ്ങളുടെ പശ്ചാത്തലത്തിൽ കലുഷിതമായ സാഹചര്യത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ക്യാമറമാൻ ഗോപനൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം, കൊച്ചി.